കൂത്തുപറമ്പിൽ ചെരുപ്പുതുന്നൽ തൊഴിലാളികൾക്ക് പാതുകം. കൂത്തുപറമ്പ് നഗരസഭ ചെരുപ്പുതുന്നൽ തൊഴിലാളികൾക്കായി നിർമ്മിച്ച പാതുകം വർക്ക് ഷെഡ് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി എന്നൊരു വാക്ക് പോലും അതിൽ പരാമർശിക്കപ്പെടുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നമൊന്നും ആരും നോക്കാറില്ല. ഒരു നമ്പറിൽ ചെറുതാണ്, 6 പേരോ 7 പേരോ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതിലാണ് എനിക്ക് നിങ്ങൾ അഭിനന്ദിക്കാനുള്ള മനസ്സ് തോന്നിയത്. കാരണം 7 പേർക്ക് വേണ്ടി 85 ലക്ഷം രൂപ മുടക്കി അവരുടെ ജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടി ഒരു നടപടി സ്വീകരിച്ചു എന്നത് ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. 70 കോടി തൊഴിലാളികളുള്ള രാജ്യത്തെ ബജറ്റ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചപ്പോൾ തൊഴിലാളി എന്ന വാക്ക് ഒരിടത്തുമില്ലെന്നും തൊഴിലാളികളുടെ വിശപ്പകറ്റുമ്പോൾ മാത്രമേ സർക്കാർ ഭരണം പൂർണ്ണമാകൂ എന്നും മന്ത്രി പറഞ്ഞു. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി നഗരസഭ 5,80,000 രൂപ ചിലവിലാണ് ഷെഡ് ഒരുക്കിയത്. ഇതിനോട് ചേർന്നുള്ള റോഡിന്റെ പാർശ്വഭിത്തി നിർമ്മാണം, ഓവുചാലിന് സ്ലാബ് സ്ഥാപിക്കൽ എന്നിവ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഷെഡിനകത്ത് ചൂട് കുറയ്ക്കാൻ തെർമൽ ഇൻസുലേറ്റഡ് റൂഫിംഗ് ഷീറ്റാണ് ഉപയോഗിച്ചത്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നഗരസഭ എഞ്ചിനീയർ കെ വിനോദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ മാസ്റ്റർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ലിജി സജേഷ്, കെ വി രതീഷ്, കെ അജിത, കെ ഷമീർ, എം വി ശ്രീജ, സെക്രട്ടറി കെ ആർ അജി തുടങ്ങിയവർ സംബന്ധിച്ചു. ഫസ്റ്റ് വൺ ന്യൂസ്, കണ്ണൂർ. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്രമോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല 4 പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം. പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ്, കമ്മൽ, നാഗപടം നെക്ലസ്, മുല്ലമാല, മാങ്ങമാല, കാശുവള, ലക്ഷ്മിവള തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ, പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ, വളകൾ, മോതിരങ്ങൾ, മാലകൾ. BIS ഹാൾമാർക്ക് ജുവലറി, അപ്പുസൺസ് ഗോൾഡ് ഹൗസ്, പഴയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. അപ്പുസൺസ് കിഡ്സ് ജുവലറി, പുതിയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.